അവിടെ ഞാൻ ഏകദേശം ഇത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ ബോഡിക്ക് മൊത്തത്തിൽ അറിയാത്ത പല്ല് പൊടിയാൻ തുടങ്ങി. അതൊരു പല്ല് പൊടിഞ്ഞു, പിന്നെ രണ്ടാമത് അങ്ങനെ 4-5 ടൈമായിട്ട് പല്ല് പൊടിയാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോയതിനു ശേഷം അന്ന് മുതൽ ഇതുവരെയൊക്കെ ഒരു ഫസ്റ്റ് തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു 10-60ഓളം ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടാകും. ഒരു ഉമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പയ്യന് രാത്രിക്ക് ഒരു 12 മണിയൊക്കെ ആവും വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. അവന് ഒരു ജാതി ആടിയിട്ടും ആ രൂപത്തിൽ എന്ന് വെച്ചാൽ മദ്യപിച്ചതിനേക്കാൾ ഒറ്റ മോശം രൂപത്തൊക്കെ വരിക. ഈ ബാഗിൽ നിന്ന് MDMA ഉണ്ടല്ലോ, അതിൻ്റെ പൊടി കിട്ടി. പിന്നീട് ഒരു ദിവസം ഇതുപോലെ അവൻ്റെ ഉമ്മ വിളിച്ചിട്ട് കരയുന്നു. നിങ്ങൾ അവൻ്റെ അടുത്ത് കിടക്കാൻ പേടിയാവുകയാണ്. അവൻ വന്നതിന് ശേഷം അവൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഡോറ് ലോക്ക് ചെയ്തിട്ട് ആ കീ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. ഒരു ബ്രദർ വിളിച്ച് പറയാണ്, അനിയനെ എൻ്റെ അമ്മയുടെ അടുത്ത് ആക്കി പോകാൻ എനിക്ക് പേടിയാണ്. കാരണം ബ്രദർ വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ അമ്മനെ കയറി അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ബോളുമില്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ഇനിയിപ്പം നമുക്കോനെ കൊന്നാളെയൊന്നും പറ്റൂലല്ലോ. താത്ത ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. വേറൊരാളുണ്ടായിട്ട് സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ചില കുട്ടികൾ വരെ ഇപ്പൊ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ ആരും പേരെടുത്ത് പറയാൻ പറ്റൂലല്ലോ. അല്ല, പേര് പറയണ്ട. നമുക്ക് ഏകദേശം എത്ര വയസ്സുള്ള കുട്ടികൾ വരെയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്? ഒരു 8ാം ക്ലാസ്. ഞാനൊരിക്കൽ യൂസ് ചെയ്ത് തരാം. അതായത് നല്ല ടയേർഡായിരിക്കുന്ന എന്നെ യൂസ് ചെയ്ത് തരാം. എനിക്ക് ആ ടയർഡ്നെസ് എല്ലാം പോയി, ഫുള്ളൊന്ന് എനർജി ആയിട്ട് ഞാൻ റെഡിയായി. ഒരു 4-5 മണിക്കൂറത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു അവസ്ഥ ഉള്ളത്. പിന്നെ എൻ്റെ ബോഡി മൊത്തം ഡൗൺ ആയി, നല്ല ആഫ്റ്റർ കയറി. പിന്നെ എനിക്കതിനെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ജോലി പോലും ചെയ്യാൻ പറ്റില്ല. നല്ല ഉറക്ക ക്ഷീണവും ഫുള്ള് ബോഡി പെയിനും കാര്യമെല്ലാം വന്നു. പിന്നെയും രണ്ടാമത് എനിക്കിത് യൂസ് ചെയ്താൽ എനിക്ക് ഓണാൻ പറ്റുമെന്ന് മാത്രം മനസ്സിലായി. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് കുറെ കാലം യൂസ് ചെയ്ത് എടുത്താൽ അങ്ങനെ തൂങ്ങി മരിച്ചു പോയി. പരമാവധി ആ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കി വിടുക, പോകരുത്. ഒരു വട്ടം പോയി പെട്ട് കഴിഞ്ഞാൽ ജീവിതം പോയി. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നീ ഓക്കെ ആണോ? ഓ, ഞാൻ ഇപ്പൊ നിർത്തി, ഇപ്പൊ ഓക്കെയാണ്. എങ്ങനെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഓ, ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അടിപൊളിയാ. ഞാൻ ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തമാശക്ക് കൂട്ടുകാർ മുഖാന്തരം തന്നെ തുടങ്ങിയതായിരുന്നു. ഏകദേശം 4 വർഷത്തോളം തുടർച്ചയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് പന്തൽ ഡെക്കറേഷൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജോലിക്കാണ് ഞങ്ങളന്ന് പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ കൂലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ജോലിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ആ സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പൈസ എനിക്ക് അത്യാവശ്യമാണ്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നീട് ഒരു കഞ്ചാവിൽ നിന്ന്, കാരണം ഞങ്ങൾ കയ്യിൽ പൈസ ഇല്ലാത്തൊരു ടൈമായി. പിന്നെ ഞങ്ങളത് പശയിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾക്ക് പറ്റാതെ ആയ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നീട് ഞങ്ങൾ മോഷണത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ 12 പേരും 12ഓളം ബൈക്ക് ഞങ്ങൾ മോഷ്ടിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ബൈക്ക് മോഷ്ടിച്ച് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ഗ്രാം കഞ്ചാവ് ഞങ്ങൾക്ക് കിട്ടുന്നു. 50 ഗ്രാം കഞ്ചാവിന് വേണ്ടിയിട്ട് ശരിക്കും ഞങ്ങളന്നത് ചെയ്തത്. കഞ്ചാവിൽ നിന്ന് പിന്നെ മെല്ലെ ഞങ്ങൾക്ക് ഈ ചെറിയ ലോക്കൽ രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ കുറച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി തരും എന്നുള്ള ഈ ചെറിയ ലോക്കൽ കച്ചവടക്കാരായിട്ട് ഞങ്ങൾ ബന്ധം തുടങ്ങി. പിന്നെ അപ്പോഴത്തേന് എനിക്ക് ഏകദേശം കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് എമ്മിലേക്ക് ചാടി. അത് ഇതുപോലെ ഞങ്ങൾ സുഹൃത്തിനെ ഒരു തവണ ഞങ്ങൾക്ക് കൊണ്ടുവന്നതെന്നാണ്. ഇതുപോലെ ഞങ്ങൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞങ്ങളൊന്ന് ഉപയോഗിച്ചതായിരുന്നു. ഞാൻ തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു ഒരു കുറച്ചൊരു 2-3 മാസത്തിൻ്റെ അടുത്ത് ആ ടൈമിൽ. അപ്പോഴായിരുന്നു പിന്നെ ഞങ്ങളെ പിടിക്കപ്പെടുന്നതും. 4 മാസത്തെ ജയിൽവാസം കടന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു 12-13 ദിവസത്തിന് ശേഷം തന്നെ ഞാൻ അക്രമം അയച്ചുവിടാൻ തുടങ്ങി. ഞങ്ങൾ 12 പേരും വയലൻ്റ് ആകുന്ന ഞങ്ങൾ അവിടുത്തെ പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ ഞങ്ങൾ അക്രമം അയച്ചുവിടേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തി. ഞങ്ങൾ പറഞ്ഞു മജിസ്ട്രേറ്റിനോട് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് സംസാരിക്കണം. അന്ന് ആ മജിസ്ട്രേറ്റ് പാലക്കാട് വിമുക്തിക്ക് വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അന്ന് ഏർപ്പാടാക്കി തന്നത്. അന്നതുപോലെ സൂപ്രണ്ട് സംസാരിച്ച്, സൂപ്രണ്ട് എന്ന് എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ തന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന മജിസ്ട്രേറ്റ് സംസാരിച്ചു. അത് ശരിക്കൊരു മജിസ്ട്രേറ്റ് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നിട്ട് അന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ ജയിലിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ
പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം ഞങ്ങളെടുത്തൊരു തീരുമാനം കൊണ്ട് അന്ന് എടുത്ത തീരുമാനം കൊണ്ട് എനിക്കൊരു ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ ഏകദേശം 18ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ +2 പഠിക്കേണ്ട ഒരു സമയത്ത് ഞങ്ങൾ കയറി ചെല്ലുന്നത് ഒറ്റപ്പാലം സബ് ജയിലിലേക്കാണ്. ആ ഒരു സമയം ഒരു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. 12 പേരും ഇനി ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നത് ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയൊക്കെ ഞങ്ങളത് എല്ലാവരും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടൊരു 5-6 വർഷത്തിൻ്റെ 2018-ലോ 2019-ലോ തോന്നുന്നുണ്ട്, 5-6 വർഷത്തിൻ്റെ പുറത്തായി. ഇപ്പോൾ 2025 അറിയുമ്പോൾ 6 വർഷത്തിൻ്റെ ഒക്കെ അടുത്തായി. ഫസ്റ്റ് ഞാൻ എൻ്റെ ഉപ്പാക്ക് നേരെയായിരുന്നു. കാരണം അന്ന് ഉപ്പ തമാശക്കൊന്ന് എന്തോ എന്നോട് സംസാരിച്ചപ്പം മരണപ്പെട്ടു കേട്ടോ. പക്ഷെ അന്ന് എൻ്റെ ഉപ്പ എന്തോ തമാശക്കൊന്ന് എന്തോ പറഞ്ഞതാണ്. അന്ന് ഞാൻ ഫസ്റ്റ് വീട്ടിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് എൻ്റെ ഉപ്പാക്ക് നേരെ ചെന്ന് കൊടുത്തു. അന്ന് എൻ്റെ ഉപ്പാൻ്റെ കഴുത്തേക്ക് കത്തി വെക്കേണ്ട അത്രയും മോശപ്പെട്ടൊരവസ്ഥയ്ക്ക് ഞാൻ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ വെറുതെ നിൽക്കുന്ന ആളുകളെ ആക്രമിച്ചിട്ട് അവരുടെ പൈസ തട്ടിപ്പറിച്ചു ഞങ്ങൾ 12 പേരും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ശരിക്കും എൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ എനിക്ക് 2 പെങ്ങളായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ വല്യമ്മ. അതുപോലെ ഞാൻ സാധാരണ നോർമലായിട്ട് തന്നെ ഞാൻ പഠിക്കാൻ എന്നുവെച്ചാൽ മറ്റുള്ളവരെ പോലെ തന്നെ എനിക്ക് പഠിക്കണം. അന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പട്ടാളക്കാരനാണെന്ന്. പക്ഷേ അതൊന്നും ഒരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല. പക്ഷേ അതുപോലെ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് 9ാം ക്ലാസ്സിൽ നിന്ന് വരെ ഉണ്ടാവുള്ളൂ എൻ്റെ ലൈഫിൻ്റെ ഭാഗം എന്നുള്ളത് ആലോചിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പട്ടാളക്കാരനാവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ അത് ഇനി എന്തായാലും ഇപ്പോഴൊന്നും നടക്കില്ല എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ അനുഭവിച്ചു വന്നിട്ടുള്ള വഴി കൂടെ ഇനി മറ്റൊരാൾ വരാൻ പാടില്ല. എൻ്റെ ഭാവിനെയും എല്ലാ രീതിക്കും ഇതൊക്കെ എന്നെ നല്ല രീതിയിൽ ബാധിക്കും. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷെ എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഒരിക്കലും ഒരു സ്വാലിഹ് എന്നെപ്പോലെ ഒരു സ്വാലിഹിന് മറ്റൊരാൾ ഉണ്ടാവരുത്. പിന്നെ ഞാൻ അന്ന് ജയിലിൽ പോയപ്പോൾ ശരിക്ക് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആദ്യം പോയത് എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാണ്. എൻ്റെ ഉപ്പാൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് വരെ ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ചെയ്തത് അത്രയും വലിയ തെറ്റാന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. പക്ഷേ ഒരു 4 മാസം ഒരു റൂമിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അന്ന് ഉപ്പ ഉണ്ടാകുന്നപ്പോൾ അതിൻ്റെ വിലയൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കൂടെ ഇല്ലാതായപ്പോൾ നല്ല രീതിക്ക് വിഷമം തന്നെ. കാരണം എല്ലാ രൂപത്തിലും വിഷമം തന്നെയാണ്. ഒരു കുട്ടികൾ പോലും നശിക്കരുത്. കാരണം അത്രയും മോശപ്പെട്ട അവസ്ഥയ്ക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട അവസ്ഥയ്ക്കാണ്. എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ശ്രമിക്കുമ്പോൾ ഒരു പക്ഷെ ഞാൻ ഇല്ലാതായ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വരും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എത്രയായാലും അവനവൻ്റെ വീട്ടിലേക്ക് എത്തുന്നവരേക്ക് എല്ലാവരും സേഫാണെന്നുള്ളൊരു ബോധമാണ്. ഞാനന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 ജോലിക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ 8 ജോലിയിൽ നിന്നും ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് എന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം മുമ്പ് നീ ജയിലിൽ കിടന്നിട്ടുണ്ട്, അതുപോലെ നീ മീഡിയക്ക് മുമ്പിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമ്മളെ സ്ഥാപനത്തിനെ ബാധിക്കും, അത് അല്ലെങ്കിൽ നിനക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങളെ സ്ഥാപനത്തിന് നേരെ വരുന്നവരെ പറഞ്ഞ ആളുകൾ എൻ്റെ അറിവിൽ ഒരുപാടുണ്ട്. അങ്ങനെ എൻ്റെ പകുതി ജോലി അങ്ങനെ തന്നെ പോയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥാപനമാണ് നിർമ്മൽ നികേതൻ മുക്തിസദൻ. ഇപ്പോൾ ഒരു 4.5 വർഷത്തോളമായി ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഒരു 350 എബവ് കുട്ടികൾ ഇവിടെ വന്ന് ചികിത്സ തേടി പോയിട്ടുണ്ട്.
24-25 കണക്കനുസരിച്ച് 62 പേരോളം തന്നെ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുകയും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഡ്രോവൽ ടൈമിൽ വന്നു ഒരാഴ്ച ഞങ്ങൾ ഒബ്സർവേഷനിലായിരിക്കും. എല്ലാവരും മാറി മാറി ഇവരുടെ അടുത്ത് ചെല്ലിയവർക്ക് അപ്പോൾ ആ നേരത്തൊക്കെ വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ വീട്ടുകാരോടുള്ള ദേഷ്യം, നമ്മളോടുള്ള ദേഷ്യം എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിരിക്കും. ഫുഡ് വേണ്ട, ആ ഒരാഴ്ച കാലം ഒബ്സർവേഷൻ. ഇത് കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി മിങ്കിൾ ചെയ്തു, എന്നാലും അവർ നമ്മളോട് സപ്പോർട്ടീവ് ആയിരിക്കില്ല. ചില ആളുകൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വിഡ്രോവൽ ടൈം കാണിക്കും, എക്സ്പ്രസ് ചെയ്യിക്കും. അത് കിട്ടാത്തതിൻ്റെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഏതാണോ ഡ്രഗ്സ് കാര്യങ്ങൾ അത് കിട്ടാത്തതിൻ്റെതായ എക്സ്പ്രഷൻസ് അവർ കാണിക്കും. അത് കൂടാണ്ടാണ് ചിലവർ ചിലപ്പോൾ 1 മാസം 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും വിഡ്രോവൽ പുറപ്പെടുവിക്കുക. ആ സമയത്ത് അവിടെയുള്ളതൊക്കെ വലിച്ചെറിയുക, നമ്മൾ ആക്രമിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ആ ഒരു മെത്തേഡുകളാണ്. ഇപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ അടിച്ച് പൊളിച്ചു, അങ്ങനെ ഒരു ഇൻസിഡൻ്റൊക്കെ ഉണ്ടായി. ഒരു കുട്ടി ഇതുപോലെ തന്നെ പാരൻറ്റിനെ വിളിച്ചു തരണമെന്ന് ബഹളം വെച്ചു. കൗൺസിലർ ഫോൺ വിളിച്ചു കൊടുക്കുകയും ആ സമയം ആ കൗൺസിലറിനെ തള്ളിയിട്ട് തലയ്ക്കടിച്ചിട്ട് ഇന്നും ഇത് നെർവ് കംപ്ലൈൻ്റ് ആയിട്ട് കൗൺസിലർ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അങ്ങനെ പോലും ഇവിടെ സംഭവിക്കാറുണ്ട്. പേരൻസ് വരുമ്പോൾ പറയും ഇവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊന്ന് കിടന്നുറങ്ങുന്നത്, കാരണം അത്രമാത്രം ബഹളമാണ് എന്ന് പറയും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പാരൻറ്റിനോട് ഞങ്ങൾ പറയാം, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികളെ ഒരുവിധം ആക്കി നിർത്തുമ്പോഴായിരിക്കും പാരൻറ്റ് വിളിച്ച് വീണ്ടും ചോദിക്കുക, എത്രയൊക്കെ പറഞ്ഞാലും നീ ഇതൊക്കെ ചെയ്തിട്ട് പോയ ആളല്ലേ എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും മമ്മി ഇപ്പോഴും ഇങ്ങനെയാണ് പറയണത്, അമ്മ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇങ്ങനെയാണ് ആക്കി കഴിഞ്ഞാൽ ആ സാഹചര്യം നമ്മളുടെ മൈൻഡിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സിനോട് കൂടെ നമ്മളും അതിൻ്റേതായ വീടും സാഹചര്യങ്ങളും ഒരുങ്ങേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതൊരു പൂർണ്ണമായ ഒരു മുക്തിയിലേക്ക് ആ കുട്ടിയുടെ ലൈഫ് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ചികിത്സ കൊടുക്കേണ്ടത് മദ്യത്തിന് അടിപ്പെട്ട മയക്കുമരുന്നിന് അടിപ്പെട്ട വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ്. കാരണം മദ്യത്തിന് അടിപ്പെട്ട ഒരാൾ, മയക്കുമരുന്നിന് അടിപ്പെട്ട ഒരാൾ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും അതിലേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ പറയും റിലാപ്സ് എന്ന്. പക്ഷേ മദ്യത്തിന് അടിപ്പെട്ട ആളുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകാം. അമിതമായ ദേഷ്യം, ചിട്ടയായ ജീവിതമില്ലാത്ത അവസ്ഥ, വികാരങ്ങളെ, വൈകാരികതയെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ അതിനെ ഞങ്ങൾ പറയുക റിലാപ്സ് ഓഫ് ദി കോ ഡിപ്പെൻഡൻസ്. അതായത് ഭാര്യമാരും മക്കളും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. അത് ഈ രോഗി എന്ന് പറയുന്നില്ല, ഈ വ്യക്തിക്ക് വീണ്ടും മദ്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രേരണയാവും. അതുകൊണ്ട് മദ്യാസക്തിക്ക് ചികിത്സിക്കേണ്ടത് കുടുംബത്തെയും വ്യക്തിയെയുമാണ്. കുട്ടികൾ ഒരുവിധം ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവരുടെ ഒരു പ്യൂരിഫൈ ചെയ്ത് ഒരു ഫ്രഷായി കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ മേഖലകൾ സ്കില്ലിൻ്റെ എന്തിലാണ് അവർ ടാലൻ്റ് ആയിട്ടുള്ളത്, ഡ്രോയിങ് ആണോ അല്ലെങ്കിൽ ടൈലറിങ് ആണോ, എനിവേ ഡാൻസ് ആണോ, ആ മേഖലയിലൂടെയൊക്കെ ഇവരെ കടത്തിവിടുകയും ആ മൈൻഡ് റിലാക്സ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ലോയ്ക്ക് പഠിക്കുന്നവരും പല ഡിഗ്രി പല മേഖലയിൽ ഇപ്പോൾ 10th തുടങ്ങി 10th മീൻസ് 10 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെയുള്ള ആളുകളും ആൽക്കഹോളിക്കായിട്ടുള്ള അമ്മച്ചിമാരെ പോലും ഇവിടെ ട്രീറ്റ്മെൻറ്റിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എക്സാം ടൈമിൽ ഞങ്ങൾ ടീച്ചേഴ്സായാലും ഇവിടെ കൗൺസിലേഴ്സായാലും സപ്പോർട്ട് ചെയ്ത് എക്സാം, ICSE എക്സാം, ലോയുടെ എക്സാം ഇതൊക്കെ ഇവിടെ നിന്ന് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട്. ഇപ്പോഴും 16 പേരോളം ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതിൽ 2 പേര് ഓൺലൈനിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും നമ്മുടെ ഭാഗത്തുണ്ട്. ചേട്ടാ എന്തിനാ ഇവിടെ വന്നേ? ഞാനൊരു പേഷ്യൻറ്റിനെ കൊണ്ട് വന്നു. എടമറ്റം പള്ളിയിൽ ഞങ്ങളുടെ സ്ഥിരമായിട്ട് 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ മകന് ഒരു മാനസിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് ഇവിടെ വന്നു. ഇവിടെ നാട്ടിൽ തന്നെ ഉള്ളതാണോ? അവർ കൽക്കട്ടക്കാരാണ്. ലഹരി ഉപയോഗിച്ചിട്ടാണോ? ലഹരി നേരത്തെ അവിടെ വെച്ച് കൽക്കട്ടയിൽ വെച്ച് ഉപയോഗിച്ചായിരുന്നു. ഇവിടെ വന്നിട്ട് ഉപയോഗം ഉണ്ടോ എന്നുള്ള ഒരു ക്ലാസ് എടുക്കാനും ആയിട്ട് കൊണ്ടുവന്നതാണ്, അന്വേഷിക്കാനായിട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിമുക്തി മിഷൻ ആ പദ്ധതിയുടെ കീഴിൽ എല്ലാ ജില്ലയിലും ഓരോ ഡി അഡിക്ഷൻ സെൻ്ററുകളും ഓരോ കൗൺസിലിംഗ് സെൻ്ററുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററിൽ ഡോക്ടറും നഴ്സും മറ്റ് സ്റ്റാഫുകളും ഉള്ള സംവിധാനവും അത് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളോട്, ഇതിപ്പോൾ എറണാകുളത്താണെങ്കിൽ മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ വർക്ക് ചെയ്യുന്നത്. പാലായിലാണെങ്കിൽ കോട്ടയം ജില്ലയിൽ പാലായിൽ അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഒരു കൗൺസിലിംഗ് സെൻ്ററും കൂടെയുണ്ട്. എറണാകുളം ജില്ലയിലെ കൗൺസിലിംഗ് സെൻ്റർ കച്ചേരിപ്പടിയിലുള്ള എക്സൈസ് സോണൽ കോംപ്ലക്സിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ മൂവാറ്റുപുഴ വിമുക്തിയിൽ
നമുക്ക് ഏകദേശം 15 വയസ്സ് മുതലുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് വരാറുള്ളത്. എങ്കിലും ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ചെറിയ രീതിയിലുള്ള ലഹരി ഉപയോഗിച്ച് ഇവിടെ വരാറുണ്ട്. 11-12 വയസ്സുള്ള കുട്ടികൾ വരെ നമുക്കിവിടെ നിലവിൽ ലഹരി, ടുബാക്കോ പോലെയുള്ള അല്ലെങ്കിൽ കൂള് പോലെയുള്ള ലഹരികളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ 98% നമുക്കിവിടെ ക്യൂറായിട്ടാണ് പോകുന്നത്. പിന്നെ വളരെ അപൂർവമായിട്ട് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് വരുന്ന ആളുകൾ അല്ലെങ്കിൽ 25 വയസ്സിന് ശേഷമുള്ള ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും റിലാപ്സ് ആവാറുണ്ട്. ഡി അഡിക്ഷനിൽ നോർമലി റിലാപ്സ് റേറ്റ് കൂടുതലാണ്. എങ്കിലും ഒരു 98% നിലവിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ റിലാപ്സ് കുറവാണ്. 2% റിലാപ്സ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ. റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 2%. ഇപ്പോൾ 2 മാസമായിട്ട് കൂടുതൽ ക്രൈം ഡിറ്റക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നത്. ക്രൈമുണ്ട്, അത് ഡിറ്റക്ഷൻ്റെ അളവ് ഇപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ പത്രത്തിലും മറ്റും കണ്ടുവരുന്ന ഒരു അക്രമം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വന്നതിന് ശേഷം വളരെ പരിമിതമായിട്ടുള്ള അംഗബലത്തിൻ്റെ ഇടയിലും കൂടുതൽ സമയം പ്രവർത്തിച്ചാണ് ഇത്രയും കൂടുതൽ കേസുകൾ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടികളെയും ഒക്കെ ഇതുപോലെ കേസിൽ പിടിക്കുമ്പോൾ പേരൻസിനെ വിളിച്ചു വരുത്തി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ അവർക്ക് വരുത്തി കൊടുക്കുക. ആദ്യം പലർക്കും അറിയില്ലാത്തവരുണ്ട്. അവരറിഞ്ഞു കഴിയുമ്പം അവരുടെ പ്രാഥമിക നടപടി എന്ന രീതിയിൽ അവർ ചെന്ന് കൗൺസിലിംഗ് നേടാറുണ്ട്. സിന്തറ്റിക് ഡ്രഗ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടി വരുന്നുണ്ട്. MDMA ആണ് സിന്തറ്റിക് ഡ്രഗിൽ പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്. പിന്നെ ഹെറോയിൻ, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ വരാറുള്ളൂ. കഞ്ചാവാണ് കൂടുതലായിട്ടും നമുക്കിവിടെ വരുന്ന കേസുകൾ. ഞാനൊരിക്കലും പണ്ട് 10ൽ പഠിക്കുന്ന സമയത്ത് കഞ്ചാവ് വലിച്ചിട്ട് പുറത്തോട്ട് രാത്രി നൈറ്റിൽ വെറുതെ ഇറങ്ങിയത്, ഒറ്റയ്ക്ക് ചുമ്മാ ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് ഇവരെ. കണ്ടിട്ട് ഇവരിങ്ങനെ എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഉപ്പാൻ്റെ ATM നിന്ന് എടുത്തതാണ് ഞാൻ പൈസ. എന്നിട്ട് അങ്ങനെ ആ പൈസ എടുത്തിട്ട് ഇവർക്ക് കൊടുത്ത് ഇവർ പോയിട്ട് മറ്റേ MDMA വാങ്ങി. അങ്ങനെ നമ്മളെ MDMA അടിച്ചിട്ട് ഒരുത്തൻ്റെ വീട്ടിൽ പോയി. എനിക്ക് പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്. കാരണം ആ വീട്ടിൽ അവൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പഴയ പൊളിഞ്ഞ ഒരു സിമെൻ്റ് കൊണ്ട് കെട്ടുള്ളൊരു വീട് മാത്രം. എന്നിട്ട് ആ വീട്ടിൽ ആരും അറിയാതെ നമ്മൾ MDMA അടിച്ച് നമ്മൾ ആ വീട്ടിലോട്ട് ആരും അറിയാതെ മുകളിലോട്ട് ടെറസിലോട്ട് സ്റ്റെപ്പ് കയറി പോവുക. ഒന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്തു അവൻ്റെ ഉമ്മ മാത്രം അവിടെ ഉള്ള സമയത്ത് ചിന്തിക്കാൻ കൂടെ വയ്യപ്പോൾ. അവിടെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ചെറിയൊരു ഒരു 4-3 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇത് ഉപയോഗിക്കുന്നു, ചെക്കന്മാർ. കൂടുതൽ കാണുന്നത് യൂത്തിൽ ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് യൂസ് പ്രോബ്ലംസ് ഒക്കെയാണ് അല്ലേ. യൂത്ത് എന്ന് പറയുമ്പോൾ അത് 10-12 വയസ്സ് തൊട്ട് ചിലപ്പോൾ അതിനേക്കാളും താഴെയുള്ള പ്രായം തൊട്ടേ കാണാറുണ്ട്. ആ പ്രായം തൊട്ട് യങ് ജനറേഷനിൽ കൂടുതലും കാണുന്നത് ഒരു ഇമ്പൾസിവിറ്റി, അതായത് എടുത്തുചാട്ടം, പിന്നെ എന്താ പറയുക, പിയർ പ്രഷർ എന്ന് പറയും. അതായത് സ്കൂളുകളിലും കോളേജുകളിലും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയേക്കുന്നതാണല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു അത്ര സ്മാർട്ടായിട്ടുള്ള ആളല്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്, ചില കോളേജുകളിലും ചില ക്യാമ്പസുകളിലൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രഷർ തോന്നുമ്പോൾ അത് കാരണം യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് ഒരു പാറ്റേൺ ആയിട്ട് മാറുമെന്നാണ് ചിലപ്പോൾ കാണാറ്. ഒരു ഡി അഡിക്ഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ആ ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് മാത്രമല്ല. അപ്പോൾ അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എങ്ങനെ ഇത് കഴിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാം, അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഇവർ പിന്നെയും ഇതിലേക്ക് പോകാതിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻറ്റ് ലാപ്സസ് ആയിട്ട് വരും. അതായത് അവർ സബ്സ്റ്റൻസ് യൂസ്, അതായത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തു, നിർത്തി, പിന്നെ കുറേ നാൾ അവർ നിർത്തി, പിന്നെയും ഇത് യൂസ് ചെയ്ത് പിന്നെയും വരും. അങ്ങനെ ഫ്രീക്വൻറ്റ് ലാപ്സായിട്ട് വരുന്നവരുണ്ടാവും. അവർക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയുക, അതിന് 2 പോയിൻറ്റ്സ് ഉണ്ട്. ഒരു പോസിറ്റീവ് പോയിൻ്റ് എന്ന് വെച്ചാൽ അവർ മുന്നേ നിർത്തിയതുകൊണ്ട് ഇനിയും നിർത്താൻ പറ്റും എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, അവർ പിന്നെയും ഇത് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. അത് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. അതായത് ഞാൻ പിന്നെയും യൂസ് ചെയ്തു ആ ഒരു ഗിൽറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ടാക്കിൾ ചെയ്യണം. എന്നാലാണ് പിന്നെയും നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് പറ്റുള്ളൂ. ഏറ്റവും ഗുരുതരമായിട്ട് പലപ്പോഴും ഇവിടെ വരുന്ന കുട്ടികളിൽ കാണുന്നത് ആങ്സൈറ്റിയും ബൈപ്പോളാറും പേഴ്സണാലിറ്റി ഡിസോർഡറുമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കായിരിക്കും പോവുക. ക്രിമിനൽ മനോഭാവമായിരിക്കും കുട്ടികളിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അവർ വളരെ അഗ്രസീവായിരിക്കും. രക്ഷിതാക്കളെ തല്ലുന്ന കേസുകൾ,
അല്ലെങ്കിൽ കൊലപാതകങ്ങളിലേക്ക് എത്തുന്ന കേസുകൾ, അല്ലെങ്കിൽ മോഷണ ശ്രമം, അവർക്ക് ലഹരി ഉപയോഗിക്കാൻ ആവശ്യമുണ്ടാകുമ്പോൾ പണം കിട്ടിയില്ലെങ്കിൽ ഏത് വിധേനയും വീട്ടിലെ സാധനങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ നശിപ്പിച്ചിട്ടോ അച്ഛനെയോ അമ്മയോ ഉപദ്രവിച്ചിട്ടോ ആണെങ്കിലും ആ പണം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ക്രിമിനൽ സ്വഭാവം എടുക്കാറുണ്ട്. അതോടൊപ്പം മറ്റ് കുറച്ചുകൂടി സിവിയറായിട്ട് പോകുമ്പോഴേക്കും ഡെലൂഷൻ, ഹാലൂസിനേഷൻ പോലെയുള്ള ഗുരുതരമായ സൈക്കോട്ടിക് സിംറ്റംസും കാണിക്കാറുണ്ട്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഹാലൂസിനേഷൻ, ഓഡിറ്ററി ഹാലൂസിനേഷൻ, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കാഴ്ചകൾ കാണുക. അതുപോലെ ഡെലൂഷൻ, മറ്റുള്ളവരൊക്കെ എനിക്കെതിരാണ്, എൻ്റെ ശത്രുക്കളാണ്, എനിക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ക്രിമിനൽ വാസന കാണിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ സൂയിസൈഡ് ടെൻഡൻസി പല കുട്ടികളിലും കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്താറുണ്ട്. ഈ ചെറുക്കനെ യാതൊരു കാരണവശാലും എനിക്ക് പിടിച്ചാൽ കിട്ടൂലേ. 23 വയസ്സായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സമയത്ത് കിട്ടണില്ല. ഞാൻ ഇവിടെയുള്ള എല്ലാ കാര്യം ഞാൻ പിടിച്ചു, മനസ്സിനില്ല, സഹായിച്ചില്ല. ആൾക്ക് എത്ര വയസ്സുണ്ട്? 23 വയസ്സോ? മൂപ്പരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ ഓനോട് ഇപ്പൊ പറഞ്ഞ നേക്കത്തേറണേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഞാൻ ഈ നമ്പർ കണ്ടപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കിയാണ്. എനിക്ക് എന്താ പറയാന്ന് പോലും അറിയില്ല. ഞാൻ എൻ്റെ ഈ 30 വർഷത്തെ സർവീസിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 2000-ൽ പരം വിദ്യാർത്ഥികളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിവരെ തുടർന്ന് വരെ ഫോളോ അപ്പ് ഞാൻ ചെയ്യാറുണ്ട്. ഓരോരുത്തർ വീട്ടുകളിലും പോകാറുണ്ട്. പരമാവധി വീട്ടുകളിലും അവരെ ബന്ധപ്പെട്ട ഫോൺ നമ്പറൊക്കെ കണക്ട് ചെയ്തിട്ട് അവർക്ക് ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, ഇവരെ ആർക്ക് കൊടുക്കണം, ഇവരെങ്ങനെയാണ് എവിടെ വെച്ച് ഉപയോഗിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഇവർ രക്ഷപ്പെടാത്ത ചില കുട്ടികളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് നമ്മൾ വിട്ടിട്ടുണ്ട്. ഏജ് കാറ്റഗറി നോക്കുമ്പോൾ +2 വിദ്യാർത്ഥികളായിരുന്നു അതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ആ +2 വിദ്യാർത്ഥികൾ പിന്നീട് പോയി അത് +1 ആയി, പിന്നെ 10th ആയി, 9th ആയി. ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ സർവീസ് കാലഘട്ടത്തിലൊക്കെ 8ാം ക്ലാസ്സിലുള്ള നിരവധി പയ്യന്മാരെ നമ്മൾ പിടികൂട്ടിയിട്ടുണ്ട്. 8ാം ക്ലാസ് അതൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഏകദേശം 17 വർഷമായിട്ട് ലഹരി വിമുക്ത ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നെസ്റ്റ്. പത്രവാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഈ മദ്യം, മയക്കുമരുന്ന് ആ വലിയ വിപത്തിലേക്ക് കുട്ടികളുടെ എണ്ണം, കുട്ടികൾ വളരെയധികം അട്രാക്റ്റഡ് ആകുന്നു എന്നുള്ളത് നമ്മുടെ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇവരാരും നിർബന്ധമായിട്ടും ഇതിലേക്ക് കടക്കണം, അഡിക്റ്റഡ് ആകണം എന്ന് കരുതി വരുന്നവരല്ല. അതേസമയം ഒരല്പം രസത്തിന് വേണ്ടി, ഒരല്പം ക്യൂരിയോസിറ്റിയുടെ വെളിച്ചത്തിൽ, അതുമല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു പ്രഷർ വഴിയൊക്കെയാണ് ആദ്യത്തെ വീഴ്ച അവർക്ക് സംഭവിക്കുന്നത്. അപൂർവമായിട്ടെങ്കിലും നിർബന്ധിച്ച് ആദ്യ 1-2 ഡോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചില ഏജൻസികളും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് പിടിക്കാനും. അത് ലഹരിക്കെതിരെ ഓരോ ക്യാമ്പയിനൊക്കെ സർക്കാർ അതിന് ഫണ്ടൊക്കെ തരാറുണ്ട്. പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടാനുണ്ടാവും. സ്കൂളുകളിൽ നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഡെലിങ്കൻ്റ് ആക്ടിവിറ്റീസിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിക്കുന്ന പദ്ധതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അതിൻ്റെ മീറ്റിംഗ് എല്ലാ മാസവും അതാത് SHOമാർ, CAയും, പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളും സ്കൂൾ പ്രിൻസിപ്പളും അധ്യാപകരുമായിട്ട് നടത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ കുറച്ചൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നെനിക്ക് പറയാനുള്ളത്, ഈ പ്രശ്നങ്ങളെ കണ്ടിട്ട് നമ്മൾ ആവലാതിപ്പെടണ്ട. വി ആർ ഗോയിങ് ത്രൂ എ സോഷ്യൽ ചേഞ്ച്. ടെക്നോളജിക്കൽ ചേഞ്ചിനനുസരിച്ചുള്ള മാറ്റം സോഷ്യൽ ചേഞ്ചിലും കൾച്ചറൽ ചേഞ്ചിലും ഇല്ല. ആ ഗ്യാപ്പ് നികത്താൻ നമ്മൾ മുതിർന്നവർ തയ്യാറാകുക. അല്ലാതെ കുട്ടികളോട് പുറകോട്ട് പോകാനല്ല പറയേണ്ടത്, കുട്ടികളോടൊപ്പം സഞ്ചരിക്കുക. ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. കേരളത്തിൽ മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലെ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടെടുക്കുന്ന പോലെ കേസുകൾ മറ്റ് ഒരു സംസ്ഥാനത്തും കണ്ടെടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ കൂടുതൽ കേസ് കണ്ടെടുക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ ഇത്രയും കേസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്ക് പത്രം, TV 2 ദിവസം നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേരളം ശാന്തമല്ലേ? കാരണം നമ്മളാരും ഒന്നും അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന സംസ്ഥാനം. അതിൽ തന്നെ കേരളത്തിൽ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല ഓഫീസുകളുടെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാര്യമാണ്.
ഏറ്റവും കൂടുതൽ കേസ് എടുക്കുന്നത് നമ്മുടെ ഇവിടെയാണ്. നിരവധി അനുഭവങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ കഴിയുന്ന ഒരു അനുഭവം കഞ്ചാവ് ഉപയോഗിച്ച് വന്ന ഒരു യുവാവിൻ്റെതാണ്. ഏകദേശം 5 വർഷത്തോളം നിരന്തരമായി കഞ്ചാവ് ഉപയോഗിച്ച് അത്യാവശ്യം ഒരു സൈക്കോട്ടിക് സിംറ്റം, ഏതാണ്ട് ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡറിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിച്ച് വന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. പഠനകാലത്തൊക്കെ വളരെ നല്ല പെർഫോമൻസ്, CBSE പഠിക്കുന്ന സമയത്ത് തന്നെ 99% മാർക്ക് വാങ്ങി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ഏതാണ്ട് എഞ്ചിനീയറിങ്ങിലേക്ക് പോയ സമയം മുതൽ അവന് കൂട്ടുകാരുമായിട്ട് പിയർ പ്രഷർ ഉണ്ടായി, കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് കഞ്ചാവ് ഉപയോഗത്തിലേക്ക് ആളെത്തി. പിന്നീട് അത് തുടർച്ചയായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആൾ വന്നു. അവനിവിടെ പേരൻസ് കൊണ്ടുവരുന്ന സമയത്ത് ആൾ ട്രീറ്റ്മെൻറ്റിന് അല്പം പോലും തയ്യാറല്ലായിരുന്നു. അവന് കൂടുതലായിട്ടും ഒരു തെറാപ്പി കൊടുക്കുന്ന സമയത്ത് തന്നെയും മാക്സിമം നമ്മളോടത് ഫസ്റ്റ് സ്റ്റേജിൽ വാദിച്ചുകൊണ്ടേയിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് ഗ്രാജുവലി ആൾക്ക് നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് ഒരു 2 ആഴ്ചയിലധികമുള്ള അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റിൽ ആളിപ്പോൾ വളരെ നല്ല രീതിയിൽ ക്യൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ആളുടെ ഫോളോ അപ്പിന് വരുന്നു. നിലവിൽ ഏതാണ്ട് ഒരു മാസമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ നീ ഓക്കെ ആണോ? ഞാൻ ഇപ്പൊ നിർത്തി, ഇപ്പൊ ഓക്കെയാണ്. എങ്ങനെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അടിപൊളിയാ.